ഈ പ്രതാപവർമ്മയ്ക്ക് ഇനിയെങ്കിലും വീട്ടിൽ ഇരുന്നോടെ? മന്ത്രി പദവിയൊക്കെ ഇയാളുടെ അപ്പന് ശ്രീധരൻ കിട്ടിയാണോ? തീരെ കിട്ടിയ അവകാശം പോലെ ഇവന്റെയൊക്കെ ഓരോ പ്രവൃത്തിയും. ജയിച്ച് മന്ത്രിയായതും വെറുതെ ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് മന്ത്രിയാവൂ? അപ്പൊ കക്കണം, കട്ടുവാരി മുടിപ്പിക്കണം. ഇവനൊക്കെ ഇനിയും മന്ത്രിയായ വഴി തടഞ്ഞു നിർത്തി കരിയോലൊഴിക്കണം. കള്ളു കുടിച്ചതിനേക്കാൾ ലഹരിയാ ഇവനൊക്കെ ഈ മന്ത്രി കസേര. കട്ട് മുടിപ്പിച്ചില്ലേ? ഇനിയെങ്കിലും ഇവർക്കൊന്ന് മാറിയെന്നൂടെ? ഇത്രയും വർഷം ഭരിച്ചു നാട് മതിയാക്കിക്കൂടെ? ഇതേതാണ്ട് അച്ഛനെ മനഃപൂർവ്വം കാണിക്കുന്നത് പോലെ. വഴക്കുണ്ടാക്കാതെ. സർ, ആ യൂട്യൂബർ ഒരു ഫ്രോഡാണ് സർ. കാശ് കൊടുത്താ അവൻ ആരെ കുറിച്ച് എന്ത് വേണേലും വിളിച്ചു പറയും. ഇതാരോ കാശ് കൊടുത്ത് മനഃപൂർവ്വം പറയിപ്പിച്ചതുപോലെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഞാൻ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെന്റെ ജീവിത ലക്ഷ്യമായിരുന്നു. ഇനി അതിന് മന്ത്രിയാണെന്നില്ലല്ലോ. നിർത്തിക്കേ. സാർ എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. ഡൽഹിക്ക് പറക്കാനായിരിക്കും. ഇലക്ഷന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചതല്ലേ? ഇനി മുഖ്യമന്ത്രി കസേരയായിരിക്കും ലക്ഷ്യം. സാറിന് നാണമില്ലെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളും ഇതേ പാർട്ടിക്കാർ തന്നെയാ. ഒബ്ജക്ഷൻ ഉണ്ട് ഞങ്ങൾക്കൊക്കെ. ഒരാൾ തന്നെ ഇങ്ങനെ കുടുംബ വാഴ്ച പോലെ 30 കൊല്ലത്തിലേറെയായി മന്ത്രി. ജയിച്ചു വന്ന ചെറുപ്പക്കാരായ MLA-മാരില്ലേ ഇവിടെ? നിങ്ങളേക്ക് ഇങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന വോട്ടർമാരിൽ പെട്ടവരാ ഞങ്ങളൊക്കെ. ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പറയണം. ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ്. വേണ്ട, ഞാനൊരു പൊതുപ്രവർത്തനാ, ജനപ്രതിനിധിയാ. അവരുടെ അഭിപ്രായം അവര് പറഞ്ഞു, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഇതേ ഈ പാർട്ടിയിലെ യുവജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത്രയും അലിഗേഷൻസ് കേട്ട ഒരാള് ഇനി മന്ത്രി ആവണ്ട. ആ ഷർട്ടൊന്ന് മാറ്റി, ഞാൻ വേറെ ഷർട്ട് തരാം. വേണ്ട മോളെ, ഇത് കറയെ തന്നെ കിടന്നോട്ടെ. അല്ല സർ, ചില കറകളെ കഴിയാലും പോയില്ല. അവരാരാണെന്നൊന്നും അന്വേഷിക്കാറുന്നല്ലോ. കാറിന്റെ ഡിക്കിന്ന് പെട്ടിയെടുത്ത ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായി യാത്ര. ഈ പരിപാടിയുടെ ഡയറക്ടർ നിങ്ങളായിരുന്നല്ലേ?